2019 മുതൽ രാജ്യം ഉറ്റുനോക്കിയ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമം നടപ്പിലാക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്നതോടെ വരും ദിവസങ്ങളിൽ അതിശക്തമായ ചർച്ചകൾ രാജ്യത്തുണ്ടാകും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടലും സജ്ജമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയത് ഇപ്പോൾ ശരിയാവുകയാണ്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതപരമായ അടിച്ചമർത്തൽ നേരിട്ടതിനെ തുടർന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു, സിഖ്, ജെയിൻ, പാഴ്സി, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്നതിനായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ ശുപാർശ ചെയ്തിരുന്നത്. ഇതിൽ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. പൗരത്വം നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് വിവേചനപരമായി മാറിയേക്കാമെന്ന ആശങ്ക ചൂണ്ടിക്കാണിച്ചായിരുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നത്. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതിന് പിന്നാലെ ഡൽഹിയിലെ ഷഹീൻബാദിലും അസമിലെ ഗുവാഹത്തിയിലും വലിയ സമരങ്ങൾ നടന്നിരുന്നു. പൗരത്വ നിയമം പാസാക്കി 4 വർഷത്തിലേറെയായെങ്കിലും ചട്ടങ്ങൾ തയ്യാറാക്കാതിരുന്നതിനാൽ നിയമം നടപ്പിലാക്കുന്നത് വൈകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും, ആർക്കും തടയാനാകില്ല എന്ന്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പറഞ്ഞത് നടപ്പാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പൗരത്വ ഭേദഗതി ചട്ടങ്ങളുമായി പ്രധാനമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നു. CAA രാജ്യത്തിന്റെ നിയമമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പ്രാബല്യത്തിൽ വരും, ആർക്കും തടയാൻ കഴിയില്ല. വോട്ട് ബാങ്കിന്റെ അത്യാർത്തിയിൽ കോൺഗ്രസ് പലതും മറന്നു. ഭരണഘടനാ അസംബ്ലിയുടെ വാഗ്ദാനമായിരുന്നു CAA. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കൂ, രാജ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന് കോൺഗ്രസുകാർ ഇവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ വോട്ട് ബാങ്കിന്റെ പേരിൽ കോൺഗ്രസുകാർ എല്ലാം മറന്നു. 1947 ഓഗസ്റ്റ് 15 വാഗ്ദാനത്തെക്കുറിച്ച് ഇന്ത്യ ഓർക്കാതിരിക്കുകയും അവർക്ക് പൗരത്വം നൽകാതിരിക്കുകയും ചെയ്താൽ അത് വഞ്ചനയാകും. ഞങ്ങളുടെ സർക്കാർ അവർക്ക് പൗരത്വവും അവകാശങ്ങളും നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെ മതവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. UCC BJPയുടെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഏകീകൃത സിവിൽ കോഡിനെ മതവുമായി ബന്ധിപ്പിച്ചത് നിർഭാഗ്യകരമാണ്. ഭരണഘടനാ അസംബ്ലി ആർട്ടിക്കിൾ 44 നിർദ്ദേശ തത്വങ്ങളിൽ രാജ്യത്തെ പാർലമെന്റും നിയമസഭകളും ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മതേതര രാജ്യം വേണമെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ നിയമം എന്നത് പ്രധാനമാണെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യവും മതേതരമല്ല. ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. മതം വ്യക്തിപരമായ കാര്യമാണ്, സംസ്ഥാന വിഷയമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ഇങ്ങനെയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരു നിയമം നടപ്പിലാക്കണമെന്നും അമിത്ഷാ പറഞ്ഞു.